ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന സങ്കല്പത്തെ തുണിയുരിച്ച് നാണം കെടുത്ത കർണാടക മാധ്യമങ്ങളുടെ, ഹിന്ദി മാധ്യമങ്ങളുടെ വൃത്തികെട്ട മൗനത്തിനിടയിലും മരിക്കാതെ പുറത്തു വന്ന വാർത്തകളുടെ വാമൂടാൻ ഗാഗ് ഓർഡർ നേടിയെടുത്തെങ്കിലും കുഴിമാടങ്ങളിലെ കബന്ധങ്ങൾ, അസ്ഥികൂടങ്ങൾ പറഞ്ഞു തുടങ്ങലാണ് ധർമ്മസ്ഥലയിലെ അധർമ്മ സത്യങ്ങൾ. കൊച്ചു പെൺകുട്ടിയെ സ്കൂൾ ബാഗ് അടക്കം കുഴിച്ചുമൂടിയ മൊഴിയടക്കം കോടതിയിൽ വന്നിട്ടും ആ പരാതിക്കാരൻ ഒരു മുസ്ലിമാണ്, ഗൂഢാലോചന കേരളത്തിലാണ് എന്നൊക്കെ വ്യാജങ്ങൾ, വൈകൃത വാക്കുകൾ, വർഗീയ വലാപത്തിന് ചാലുവെട്ടാനുള്ള പാതകം പറയുന്നത് ഏതെങ്കിലും ഹനുമാൻ സേന മോഡൽ ഫ്രിഞ്ച് ഗ്രൂപ്പ് അല്ല, ഡൂക്കിൽ നേതാക്കളല്ല, BJPയുടെ പ്രധാന നേതാവാണ് കർണാടക LOPR അശോക. പരാതിയും തെളിവുകളും സത്യമെങ്കിൽ ചാവുനിലത്തിൽ നാളെ അടക്കം കാത്തിരിക്കേണ്ടത് അസ്ഥികളുടെ കൊയ്ത്തുകാലമാണ്. ആ മാതാപിതാക്കൾക്ക് മുന്നിൽ മുറിവുകൾ നിറഞ്ഞ് വിവസ്ത്രയായി മരവിച്ചു കിടന്ന 17-കാരി സൗജന്യയും, ബാത്റൂമിലിട്ട് കരിച്ചുവന്ന വേദവല്ലിയും, നേത്രാവതിയിൽ ചീർത്തുപൊങ്ങിയ പത്മലതയും ഒക്കെ ക്ഷേത്രവിശ്വാസികളാണ്, ഭക്തരാണ്. അവിടെ നായാടും മട്ടിൽ പിടിച്ചഴിക്കുള്ളിലാക്കിയ സാധു സ്ത്രീകളെ മാവബന്ധം അന്വേഷിക്കണം എന്നൊക്കെ അങ്ങ് വിഷവാണിയാണെങ്കിലും ആ ഹൈന്ദവ സഹോദരിമാരുടെ തിരോധാനം അന്വേഷിക്കണമെന്ന് കമാന്ന് മിണ്ടാൻ നാവ് പൊങ്ങാത്ത വാക്കുവിലങ്ങിയ വെറുപ്പിന്റെ ശക്തികളെ വാഴട്ടെ നിങ്ങളുടെ മുടിഞ്ഞ വ്യാജങ്ങൾ, അക്രമാസക്ത ആക്രോശങ്ങൾ, കന്യാസ്ത്രീ വേട്ട.